ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് മറ്റേ ആനക്കോട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അതായത് മുനിയറയിലാണ്. ഇത് വന്നേക്കുന്നത് കാന്തല്ലൂരാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഇത് ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. എൻ്റെ പുറകെ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് പാസ് എടുക്കാനായിട്ട് ഒരു കയറിയതാണ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ കാണാം. ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് 20 രൂപ കേട്ടോ. ഒരാൾക്ക് 20 രൂപ വെച്ചാണ് ഇവിടുത്തെ പ്രവേശനം. അപ്പോൾ നമ്മളിവിടുത്തെ മുനിയറയിലെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ കാര്യങ്ങൾ. മുനിയറയിലെ കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഫുള്ള് പാറയാട്ടോ സംഭവം. മുനിയറ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഫുള്ള് പാറ ഏരിയ ആണ്. ഇവിടെ നോക്കുമ്പോൾ വല്ലാത്തൊരു വ്യൂ ആണ്. ഇവിടെ നോക്കുമ്പോൾ നല്ല മലനിരകളും കാഴ്ചകളൊക്കെ വളരെ കൗതുകം നോക്കുന്ന നല്ല കാഴ്ചകളാണ്. ഓക്കെ, എല്ലാവരും ഹാപ്പിയാണ്. നല്ല അടിപൊളി, എന്താ പറയുക, വല്ലാത്തൊരു ക്ലൈമറ്റ്. ഇവിടുത്തെ ക്ലൈമറ്റാണ് ഒരു രക്ഷയില്ല. അതുപോലത്തെ ക്ലൈമറ്റ്. നമ്മൾ ഊട്ടി കൊടൈക്കനാലിൽ സംഭവിച്ചിട്ടില്ല, അതൊരു രീതി പറയാം. കേരളത്തിൻ്റെ ഊട്ടിയിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെ വരുമ്പോൾ എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യുക. നല്ലൊരു സൂപ്പർ പ്ലേസാണ്. ഓക്കെ, കണ്ടോ, മുനിയറയിലേക്കുള്ള വഴിയാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഈ സൈഡിലേക്ക് മൊത്തം കാണുന്ന മുനിയറയാണ്. മുനിയറ എന്നാൽ ആദിമ മനുഷ്യരുടെ മൃതി കുടീരങ്ങളാണ്. ഓരോ മുനിയറകളും 6000 വർഷം വരെ പഴക്കമുള്ളതാണെന്ന് ചരിത്രം. അന്ന് മൃതസംസ്കാരം നടത്തിയിരുന്ന ഇടങ്ങളായിരിക്കാം ഇവയെന്നും, ഇനി അതല്ല, പണ്ട് സന്യാസിമാർ വസിച്ചിരുന്ന ഇടമാണ് ഈ അറകളെന്നും പറയപ്പെടുന്നു. കൂട്ടുകാരെ, ഇതാട്ടോ മുനിയറ. മുനിയറ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ആ മുനിയറ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തരാം. ഇതാണ് മുനിയറ. ലോകത്തിലെ മറ്റൊരു പ്രദേശത്തെയും പോലെ കേരളത്തിലും ചരിത്രാതീത കാലത്തും ജനവാസമുണ്ടായിരുന്നുവെന്നതിന് തെളിവാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടെത്തിയ മുനിയറകൾ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മുനിയറകൾ കണ്ടെത്തിയത് മറയൂരിലാണ്. ഇവ പഴയ ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ അവശേഷിപ്പാണെന്നത് മുതൽ ഗോത്രപ്രമുഖരുടെ ഓർമ്മക്കല്ലറുകളാണെന്ന വാദം വരെ നിലനിൽക്കുന്നുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മുനിയറകൾ ഇന്ന് സംരക്ഷണമില്ലാതെ നശിച്ചിരിക്കുകയാണ്. മറയൂരിൽ 1350-ലേറെ മുനിയറകൾ ഉണ്ടെന്നാണ് പുരാവസ്തു വകുപ്പിൻ്റെ കണക്ക്. എന്നാൽ ഇതിൽ ഇന്ന് പകുതിയോളം നശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ 625 എണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്. മുനികൾ താമസിച്ചിരുന്ന സ്ഥലമായിട്ടാണ് പണ്ടുള്ളവർ മുനിയറയെ കണ്ടിരുന്നത്. 1975-ൽ ചരിത്ര ഗവേഷകർ ഈ വാദം ശരിയല്ലെന്ന് കണ്ടെത്തി. മഹാശിലായുഗ കാലത്തെ ഗോത്ര തലവന്മാരെ സംസ്കരിച്ചിരുന്ന സ്ഥലമാണ് മുനിയറകളെന്ന് പുരാവസ്തു വകുപ്പ് അഭിപ്രായപ്പെടുന്നു. കൂട്ടുകാരെ, ഗായ്സ്, അതെ, ഞങ്ങൾ ഒരു മുനിയറ കണ്ട ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ശരിക്കും സംഭവം. മുനിയറ എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെയാണ് നമ്മുടെ ഭ്രമരം സിനിമയില്ലേ, ഭ്രമരം സിനിമ നമ്മൾ ആദ്യം ഭ്രമരം സിനിമ എടുത്ത സ്ഥലങ്ങളൊക്കെ ഷൂട്ടിംഗ് നമ്മൾ ലൊക്കേഷൻ കണ്ടു. അപ്പോൾ അതുപോലെ ഇവിടെ ഭ്രമരം സിനിമയിൽ ആ കുഴലൂതും പൂന്തെന്നലേ എന്നുള്ള പാട്ടില്ലേ, കുഴലൂതും പൂന്തെന്നലേ മഴനൂൽ ചാർത്തി കൂടെ വരുമോ, ആ പാട്ടിൻ്റെ കുറേ സീനുകളൊക്കെ ഇവിടെ എടുത്താണ്. ഇപ്പം ഇതാ മുനിയറയാണ്. ഇതിൻ്റെ നമുക്ക് അകമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണാം കേട്ടോ. കണ്ടോ, ഇതാണ് സംഭവം. എത്ര ഇതിലാണ് അവർ ചെയ്തു വെച്ചേക്കണെന്ന് നോക്കി. പണ്ടൊക്കെ ഇങ്ങനെയായിരുന്നു ഓരോ കാര്യങ്ങൾ. കണ്ടോ, ആ മുനിയറയിലെ മറ്റേ അതായത് ഈ അറയുടെ ഉൾഭാഗം നമ്മൾ കണ്ടു. ഇതിൻ്റെ മേൽഭാഗത്തുള്ള ആ വലിയ പാറക്കഷ്ണമാണ് കണ്ടോ. അന്നൊക്കെ അവർ ചെയ്തു വെച്ചേക്കണം എന്ന് പറഞ്ഞ രീതി ഒന്ന് ആലോചിച്ച് നോക്കി. ഇത്രയും വലിയ വലിയ പാറക്കഷ്ണം എടുത്തിട്ട് അതിൻ്റെ മേളിൽ വെച്ചു ഇങ്ങനെ ഒരു ചെറിയൊരു ഗുഹ, എന്താ പറയുക, ഒരു ഗുഹ അതുപോലെയാണ് സംഭവം ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല സംഭവം കാണാൻ നല്ല ഇതാണ്. പണ്ട് കാലത്തെ ഓരോ ഐതിഹ്യങ്ങൾ കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബോർഡുണ്ട്, നമുക്കതൊന്ന് നോക്കാം എന്താ എഴുതി വെച്ചേക്കുന്നതാണ്. മുനിയറ ശിലായുഗ കാലത്തിൽ നിർമ്മിക്കപ്പെട്ടെന്ന് കരുതുന്ന മുനിയറകൾ മറയൂർ, കാന്തല്ലൂർ മേഖലകളിൽ ധാരാളമായി കാണാം. 3 വലിയ പാറക്കല്ലുകൾ കുത്തനെ ഭൂമിയിൽ ഉറപ്പിച്ച് അതിന് മുകളിലായി കൂറ്റൻ പാറക്കല്ല് സ്ഥാപിച്ചാണ് മുനിയറകൾ നിർമ്മിച്ചിരിക്കുന്നത്.
മുനിയറകളുടെ മുൻവശത്ത് സ്ഥാപിച്ചിരുന്ന പാറക്കല്ലിനെ കിളിവാതിൽ പോലെ അർദ്ധവൃത്താകൃതിയിൽ ഒരു ദ്വാരം നിർമ്മിച്ചതായി കാണാം. ഈ ശിലായുഗ നിർമ്മിതികൾ ഏതാണ്ട് BC 3000-നും BC 1400-4000-നും ഇടയിൽ നിർമ്മിച്ചവയാണെന്ന് കരുതപ്പെടുന്നു. തമിഴ്നാട്ടിലെ പഴനി മേഖലയിൽ കാണപ്പെടുന്ന മുനിയറകൾക്ക് മറയൂർ കാന്തല്ലൂർ എന്ന സാമ്യമുണ്ട്. ഇതാണ്ട, അപ്പോൾ ഇതൊക്കെ അതിനെക്കുറിച്ചുള്ള വ്യക്തമായൊരു ഇതാണ് എഴുതിയിരിക്കുന്നത്. ഇത് മലയാളത്തിലും എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്, അതാ തമിഴ് ലാംഗ്വേജിലും എഴുതിയിട്ടുണ്ട്. ഇത് അങ്ങോട്ട് ഭാഗത്തോട്ട് ഒത്തിരി ഉണ്ട്, പക്ഷെ നമുക്ക് അങ്ങോട്ട് ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു വ്യക്തമായിട്ടുള്ള മുനിയറ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നതില്ല, കണ്ടില്ലേ സുഹൃത്തുക്കളെ, അതാണ് സംഭവം. അങ്ങോട്ടൊക്കെ ഒത്തിരി ഉണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ. ഓക്കെ, എന്നാൽ ഈ മുനിയറകളൊന്നും മൃതദേഹങ്ങൾ നേരിട്ട് സംസ്കരിച്ച സ്ഥലങ്ങളല്ല. സംസ്കാരം കഴിഞ്ഞ ശേഷം അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരുന്ന രണ്ടാം ഘട്ട സ്മൃതി കുടീരങ്ങളാണിവ. പഴുതറ, പാണ്ഡ്യൻ എന്നീ പേരുകളിലും മുനിയറ അറിയപ്പെടുന്നു. BC 1000-നും AD 500-നും ഇടയിലുള്ള നിർമ്മിതികളാണ് ഇവയെന്ന് ചരിത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. ആ കാലത്തെ നിർമ്മിതികളുടെ രീതി ഇതേ കാലത്ത് മറ്റ് രാജ്യങ്ങളിൽ ഉണ്ടാക്കപ്പെട്ട നിർമ്മിതികളുടെ രീതിയുമായുള്ള സാമ്യം എന്നിവയൊക്കെ താരതമ്യം ചെയ്ത് പഠിച്ചതിന് ശേഷമാണ് ചരിത്ര ഗവേഷകർ ഇങ്ങനെയൊരു നിഗമനത്തിലെത്തിയത്. 5 കല്ലുകൾ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. വലിയ പരന്ന കൂടക്കല്ലിനെ 4 പാറകൾ കൊണ്ട് താങ്ങി നിർത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ രീതി. ചില മുനിയറകളിൽ താങ്ങി നിർത്തിയ കല്ലുകൾക്കിടയിലൂടെ അകത്തേക്ക് പ്രവേശിക്കാം. വളരെ ഇടുങ്ങിയ ഒരു കുഴി പോലുള്ള സംവിധാനമാണ് ഇത്തരം മുനിയറകളുടെ ഉൾവശം. പലതിലും ഒരാൾക്ക് നിവർന്നു നിൽക്കാൻ പോലും പറ്റില്ല. അപൂർവം ചില മുനിയറകളിൽ നിന്ന് പാത്രങ്ങളുടെ കഷ്ണങ്ങളും ചില സ്ഥലങ്ങളിൽ നിന്ന് ചില പ്രത്യേക തരം കല്ലുകളും കല്ലുമാലകളും കണ്ടെത്തിയിരുന്നു. ആ പാറയുടെ മേളിൽ, അപ്പുറത്തെ പാറയുടെ മേളിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഒരുപാട് കുറച്ചൊക്കെ പോയി നശിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങോട്ടൊന്നും ആരും ഇങ്ങനെ പോകുന്നില്ല. ഇവിടെയൊക്കെ എന്താ പറയാ, മൊത്തം കാട് കയറിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ടൂറിസ്റ്റ് മേഖല പോലെ അത് ആക്കി എടുത്തപ്പെട്ടു. ഈ പാറ ഇങ്ങനെ കയറ്റി വെച്ചേക്കണ തന്നെ വലിയൊരു സംഭവം തന്നെയാണ്. കാരണം വെച്ചാൽ ഇന്നിപ്പോൾ ആണെങ്കിൽ JCB കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് അന്ന് പണ്ട് ശിലായുഗത്തിൽ ഇവരത് ചെയ്തു വെച്ചേക്കണത് വലിയൊരു കൗതുക കാഴ്ച തന്നെയാണ് ശരിക്കും. മുനിയറ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കൗതുക കാഴ്ച തന്നെ വേണം നമുക്ക് പറയാം. ഈ നൂറ്റാണ്ടിൽ കൂട്ടുകാരെ, അപ്പം ഞങ്ങൾ ഇവിടുന്ന് പയ്യെ യാത്ര ചെയ്യാനുള്ള പ്ലാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കാലാവസ്ഥ അങ്ങ് മാറി തുടങ്ങി. കണ്ടോ, മഴ ചാറി തുടങ്ങി. ഇത് കണ്ടോ, അപ്പോൾ കോട കയറിയേക്കണുണ്ടോ, ആ മലനിരയിൽ ഒരു ഓട കണ്ടോ, കോട ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ വരുവാണ്. വളരെ രസകരമുണ്ടോ. നമുക്കിവിടെ ഒത്തിരി നേരം നമുക്കതിന് മടുപ്പ് തോന്നില്ല. ഒരു പ്രത്യേക ഒരു വല്ലാത്തൊരു കാലാവസ്ഥയാണ്. പക്ഷെ ഇപ്പം മഴ പെയ്തിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കെണിയാണ്. മഴ ചാറി തുടങ്ങി. അപ്പം ഞങ്ങളിവിടുന്ന് പയ്യെ മൂവ് ചെയ്യാണ്. അതാ കണ്ടോ, മഴയാണ്, മഴ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാ വാവക്കൊട്ടൻ ദേ മഴ നനഞ്ഞ് പാവം ആ തലയിൽ തോർത്തൊക്കെ ഇട്ട് നടക്കും കേട്ടോ നമ്മുടെ കൂടെ. ആമിക്കുട്ടിയാണ് ഞങ്ങളുടെ ആമിക്കുട്ടി. കൂട്ടുകാർ, ഈ മുനിയറയിൽ വേറൊരു സംഭവം കൂടി കണ്ടു. നമ്മൾ എവിടെ വന്നപ്പോൾ ആ കുരിശ് കണ്ടോ. അതായത് ഹിന്ദു ആചാരപ്രകാരമുള്ള സംഭവത്തിൽ ഇത് ഇപ്പോൾ ഇവിടെ ഒരു കുരിശ് എന്താ കണ്ടു. ആ കുരിശ് കണ്ടോ, അതാ മഴ കുരിശ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. എന്താണ്? ഓക്കെ, ശരി കൂട്ടുകാരെ. കണ്ടോ, നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന നേരത്തെ ഭയങ്കര മഴ വന്നു. ശക്തമായ മഴയായിരുന്നു. മഴയത്ത് ഞങ്ങൾ നനഞ്ഞു. ഞങ്ങൾ കൂടി ഇവിടെ കയറി നിൽക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മഴയ്ക്ക് മുമ്പ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് നീങ്ങാൻ പറ്റിയില്ല കേട്ടോ. അതിന് മുന്നേ മഴ പെയ്ത് കഴിഞ്ഞു. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഭംഗിയാണ്. ചെറിയൊരു കോടയൊക്കെ വന്ന തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലം ഉണ്ടായിരുന്നേ. അമ്പലത്തിലെന്തോ പൂജയൊക്കെ ചെയ്ത സ്ഥലമാണ്.
അമ്പലം അടച്ചിട്ടിരിക്കുകയാണ്. എൻ്റെ തൊട്ട് ഇവിടെയാണ് ഞങ്ങൾ നിന്നത് കേട്ടോ. മഴ നനയാതെ കയറി നിന്നതാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് മാറി തന്നെയാണ് കുരിശും. അപ്പോൾ എന്തായാലും ഒരു വ്യത്യസ്തമായൊരു വീഡിയോ ആയിരുന്നു. നല്ല കോട വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കോടയും നല്ലൊരു കാറ്റും. നല്ല കാറ്റാണ് ഇവിടെ. ഞങ്ങൾ കടന്നു വന്ന ഭാഗത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. കാരണം ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മഴ കൂടിയ പണി കിട്ടും. അതുകൊണ്ട് പോവുകയാണ്. അപ്പോൾ മുനിയറയിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ കരുതുന്നു. ഞങ്ങൾ മാക്സിമം ഇതിനകത്ത് എല്ലായിടത്തും പോയി എടുത്തു. അതിനിടയ്ക്ക് മഴ പെയ്തു. ഭയങ്കര മഴ കണ്ടോ. മഴയും വന്നു, ഭയങ്കര കോടയും കയറി, കുറച്ച് നനഞ്ഞ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് കമൻറ്റ് പ്ലീസ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ കാന്തല്ലൂർ മറയൂർ ചെറിയൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ അത് പരിപാടി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ പോവുകയാണ്. ടാറ്റാ.